ദണ്ഡിയുടെ 3 ഹിസ്റ്റോറിക് വ്യൂസ് ഒരുമിച്ച് കാണാൻ പറ്റുന്ന ഒരു വ്യൂവിലേക്കാണ് ഞാനീ നടന്നു പോകുന്നത്. ടേ റിവറിൻ്റെ വാല്യൂ വാക്ക് ത്രൂവിൽ ഒരെണ്ണം. ഈ കാണുന്ന മതിലിൻ്റെ അപ്പുറത്ത് റോഡാണ്. ന്യൂപോർട്ടിൽ നിന്നും വോമിറ്റിലേക്കുള്ള റോഡ്. ഒരുപാട് ചരിത്രം ഉറക്കുന്ന വഴികളാണിത്. 5 ഏരിയയിലെ നല്ലൊരു സീനിക് വ്യൂ. പറയാൻ വാക്കുകളില്ല. റിയലി അമേസിംഗ്, അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്, റിയലി റിയലി അമേസിംഗ്, അമേസിംഗ്, റിയലി അമേസിംഗ്, പറയാൻ വാക്കുകളില്ല. സ്കോട്ട്ലൻഡിലെ തന്നെ ഏറ്റവും നീളമുള്ള നദിയായ റിവർ ടേ ആണ് നിങ്ങൾ കാണുന്നത്. ലോസ് ടേ എന്ന സ്ഥലത്ത് ഉത്ഭവിച്ച് കെൻമോർ എന്ന ഒരു ചെറിയ ഗ്രാമത്തിലൂടെ ഒഴുകി കിഴക്കോട്ടാണ് ഈ നദി ഒഴുകി പെർത്ത് വഴി ഡണ്ടിയിലെത്തി അവിടുന്ന് നേരെ നോർത്ത് സീയിൽ പതിക്കുന്നത്. ഏകദേശം 193 കിലോമീറ്ററാണ് ഈ റിവർ ടേയുടെ നീളം. ആയിരത്തി 1966 പണി കഴിപ്പിച്ച ടേ റോഡ് ബ്രിഡ്ജാണ് ഈ കാണുന്നത്. 2.5 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. ടേ റെയിൽവേ ബ്രിഡ്ജാണ് ആ അകലെ കാണുന്നത്. ലോകത്തിലെ ലോങ്ങസ്റ്റ് റെയിൽവേ ബ്രിഡ്ജുകളിൽ ഒരെണ്ണം. 3.2 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം. 1887 ഇത് നിർമ്മിച്ചത്. എന്നാൽ 1879 ആദ്യം പണി കഴിപ്പിച്ച റെയിൽപാലം ഒരു കൊടുങ്കാറ്റിൽ തകരുകയും അതേസമയം ആ പാലത്തിലുണ്ടായിരുന്ന ട്രെയിൻ റിവർ ടേയിലേക്ക് മറിയുകയും 75ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് 1887 ഈ കാണുന്ന പാലം പണി കഴിപ്പിക്കുകയാണ് ഉണ്ടായത്. ടേ റോഡ് ബ്രിഡ്ജ് വരുന്നതിന് മുന്നേ ഡണ്ടിയെയും ടേപ്പോർട്ടിനെയും ബന്ധിപ്പിച്ചിരുന്നത് ഫെറിയാണ്. ആ ഫെറിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ നിന്നും ബ്രോട്ടി ഫെറിയിലേക്കാണ് ജങ്കാർ സർവീസ് നടത്തിയിരുന്നത്. 1966 പാലം വന്നതോടെ സ്കോട്ട് ക്രേഗ് എന്ന ഈ ജങ്കാർ സർവീസ് അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്.